എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഈ റെഡിയാവുന്നത് ഇന്നെനിക്ക് ആസ്റ്ററിലൊരു സെലിബ്രേഷൻ ഉണ്ട്. ഇന്ന് ആസ്റ്റർ ഹോസ്പിറ്റലിൽ ബ്രസ്റ്റ് ഫീഡിങ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. സോ ഞങ്ങളൊരു 30 ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് ആ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് പോകാൻ നിൽക്കുകയാണ്. ആസ്റ്റർ നോളജബിളായിരുന്നു ഫങ്ഷൻ. നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ ഫ്ലവർ ബൊക്കെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ആജ്മിയും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെത്തിയപ്പോൾ ആകെ 1-2 പേരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇന്ന് ഈ ഫംഗ്ഷൻ്റെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ളത് എറണാകുളം കളക്ടർ പ്രിയങ്ക മാഡം ആയിരുന്നു. ഞങ്ങളവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ സർപ്രൈസ് ആയിട്ട് എൻ്റെ അനിയത്തി സുനീറ്റ എത്തി. അവൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് അപ്പോഴേക്ക് നമ്മുടെ കളക്ടർ എത്തി. അങ്ങനെ മാഡത്തിന് ആസ്റ്റർ ടീം വെൽക്കം ചെയ്തു. മാഡം ദീപം കൊളുത്തി. അങ്ങനെ പ്രോഗ്രാം അതാ ആരംഭിച്ചു. പിന്നെന്താ ഈ ഇരിക്കുന്നത് ഡോക്ടർ ഷേർലി മാത്രമാണേ. മാഡം ആയിരുന്നു എൻ്റെ ഗൈനക്കോളജിസ്റ്റ്. നല്ല ഡോക്ടറാണ്. അങ്ങനെ നമ്മുടെ കളക്ടർക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മാഡത്തിന് പെട്ടെന്ന് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റാഫൊക്കെ ആയിട്ട് മാഡം ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ അമ്മമാരുടെ ഇടയിൽ നിന്ന് ഗോപിക നല്ലൊരു പാട്ട് പാടിയായിരുന്നേ. ഓണത്തുമ്പത്തിൽ നിന്നുള്ള പാട്ടായിരുന്നു പാടിയത്. അപ്പോൾ നല്ലൊരു പാട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പാട്ട് പാടുന്ന ടൈമിൽ നമ്മളെല്ലാവരും ആ പാട്ടിൽ മെസ്മറൈസ്ഡ് ആയിട്ട് പോവുമായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ ഫങ്ഷനോട് ചേർന്ന് പോകുന്ന ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മളവിടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ അമ്മമാരും ആക്റ്റീവായിട്ട് ആ പ്രോഗ്രാം തീരുന്നിടം വരെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും നല്ലൊരു അവസരം കൂടിയായിരുന്നു അത് ബ്രസ്റ്റ് ഫീഡിങ് ഡേ ആയിട്ട് ആചരിച്ചത്. നമ്മൾ കുറേ നാൾ കൂടിയാണ് ഒരു സെലിബ്രേഷനിൽ ഇങ്ങനെ പങ്കെടുത്തത്. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ നിന്നൊരു പ്രോഗ്രാമായി. അവിടെ ഫീഡിങ് കോർണേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാനാണെങ്കിൽ ഇടയ്ക്ക് അവിടെ പോയി സാരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ സാരിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ക്യാരി ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കൂടി ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഇതാ ഇപ്പോൾ സ്റ്റാഫിൻ്റെ ഇടയിൽ നിന്ന് 2 പേരും നല്ലൊരു മെലഡി പാടി. നല്ല രസമായിരുന്നു കേൾക്കാൻ കേട്ടോ. പിന്നെ ഇതാ 2-3 അമ്മമാർ അവരുടെ ഡെലിവറി ആൻഡ് പോസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഗോപികയാണ് ആദ്യം ഷെയർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് മറ്റ് 2 പേരും കൂടി ഷെയർ ചെയ്തായിരുന്നു കേട്ടോ. അവരത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഡെലിവറി കൂടെയാണോ ആലോചിച്ചത്. ഞാൻ കുറേ ഓർമ്മകളിലേക്ക് പിന്നോട്ട് പോയി. ചെറുതായിട്ടൊന്ന് ഇമോഷണലായിപ്പോയി ആ ഒരു സമയത്ത്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊരു ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഡാൻസ് നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി പഠിച്ചൊരു ഡാൻസാണ്. അതായത് നമ്മൾ ഇങ്ങനൊരു സെലിബ്രേഷൻ ഉണ്ടെന്ന് നമ്മളോട് ആസ്റ്റർ ടീമിലത്തെ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോഴേക്കും ആദ്യം ഇങ്ങനെ പ്രോഗ്രാം ഒന്നും നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതാണ് ഇങ്ങനെ ഡാൻസ് കളിക്കാം, പാട്ട് പാടാം എന്നൊക്കെയുള്ള സംഭവം. അപ്പോൾ നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയത്തു നിന്നാണ് നമ്മളെല്ലാവരും വീട്ടിലിരുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്തത്. പിന്നെ നമ്മൾ എല്ലാവരും തമ്മിൽ ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതും പരിചയപ്പെടുന്നതും എല്ലാം. അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് സ്റ്റേജിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മൊത്തം ഞാൻ ആകെ ടെൻഷനിലായപ്പോൾ എനിക്ക് കുറേ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ മറ്റ് ടീം അംഗങ്ങളുടെ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റായിട്ടാണ് പഠിച്ചു വെച്ചത്. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അതൊക്കെ റെഡിയാക്കിയത്. പിന്നെ ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ബേബിയും മദറും കൂടെ ഓരോരുത്തർ ഇങ്ങനെ റാമ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ഒന്നൊരു ലൈനപ്പായിട്ട് പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. നമുക്ക് എല്ലാവർക്കും ആ സമയത്ത് നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. എൻജോയ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഒട്ടും ബോറിംഗ് ആയിരുന്നില്ല. വളരെ നല്ലൊരു ഫങ്ഷൻ കൂടിയായിരുന്നു ഇത്. എനിക്കാണെങ്കിൽ സമയം പോകുന്ന പോലും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അത്ര നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തായിരുന്നു. ഇനി കുറച്ച് സ്റ്റിൽസാണ്. എൻ്റെ റാമ്പ് വാക്കിൻ്റെയും പിന്നെ ഞങ്ങളുടെ ഡാൻസിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോഗ്രാഫ്സാണിത്. ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ടീം. ഞങ്ങൾ
ഇത്രയും പേരാണ് കളിച്ചത്. അതിലൊരാൾക്ക് വരാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ്റ്റർ ടീം കുറച്ച് ഗിഫ്റ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റാണ്. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ കാട്ടിത്തരാമേ. പിന്നെ ഞങ്ങളെല്ലാ മദേഴ്സും കൂടെ ഞങ്ങളുടെ ലാക്ടേഷൻ കൺസൾട്ടൻ്റ് LC മാമിന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. മാമായിരുന്നു ഞങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്തത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫോട്ടോസ് എടുത്തു. പിന്നെ പറഞ്ഞു. അങ്ങനെ പരിപാടി ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി. ഇപ്പോൾ സമയം ഏകദേശം ഒരു ഉച്ച ടൈം ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 10 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ്. ഇപ്പോൾ സമയം ഏകദേശം 12:30 ആയി. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ഫാദർ അദ്ദേഹത്തിന് ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്മമാർ ഏകദേശം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കൂട്ടത്തിൽ നിന്ന് ഒരച്ഛൻ നല്ലൊരു പാട്ട് പാടി കേട്ടോ. പിന്നെ ഗോപികയും ഹസ്ബൻഡും നല്ലൊരു കപ്പിൾ ഡാൻസ് കളിച്ചു. നല്ല രസമായിരുന്നു അവരുടെ ഡാൻസ് കാണാനായിട്ട്. പിന്നെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണ്. ആദ്യം തന്നെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ളൊരു സെറ്റപ്പിൻ്റെ ഒരു ഗിഫ്റ്റാണിത്. ഒരു ചെറിയൊരു ടോയും പിന്നെ 2 ക്രീമും ഉണ്ടായിരുന്നു അതിനുള്ളിൽ. പിന്നെ വേറൊരു ബാഗ് ഉണ്ടായിരുന്നു. ഇതിലും മോയ്സ്ചറൈസിങ് ലോഷനും ക്രീമും ആയിരുന്നു. പിന്നെ ഡോറയുടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം തന്നെ. ഈ ബാഗിൻ്റെ ഉള്ളിലും കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ മാമി പോക്കോൻ്റെ ഡയപ്പറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സാനിറ്ററി നാപ്കിൻ ഉണ്ട്. ഇനിയുമുണ്ട്, തീർന്നിട്ടില്ല. ഇനിയുള്ളത് ടെഡി ബാറിൻ്റെ ചെറിയൊരു സോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ B4 നാപ്പിയുടെ ഒരു ഡയപ്പർ റാഷ് ക്രീം ഉണ്ടായിരുന്നു. എല്ലാം തന്നെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ സ്പൂണിൻ്റെ ഒരു ഷാമ്പൂ ഉണ്ടായിരുന്നു. നല്ലൊരു ഷാമ്പൂ ആണിത്. പിന്നെ നമ്മൾ അമ്മമാരുടെ ഇടയിൽ നിന്ന് ഒരമ്മ നമുക്ക് എല്ലാ അമ്മമാർക്കും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു. പുള്ളിക്കാരി നമ്മളോട് ആദ്യം കുറച്ച് ഫോട്ടോസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ബുക്ക് തരാനാണ് നമുക്കറിയില്ലായിരുന്നു. ആൾ ഈ ഫോട്ടോസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ആൽബം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നായിരുന്നു. ഫോട്ടോസ് ചോദിച്ചപ്പോൾ എനിക്കിഷ്ടമുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. പക്ഷേ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ആൽബം ആക്കി തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ആളുടെ ടൈം എടുത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇങ്ങനൊരു ഗിഫ്റ്റ് ചെയ്തു തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. ലഞ്ചിന് ഗീ റൈസും ചിക്കൻ കറിയും കോളിഫ്ലവർ ബജിയും പൊറോട്ട, സാലഡ്, സ്റ്റ്യൂ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി ബ്രൗണീസും ഐസ്ക്രീമും. ഇത് ഞാൻ 2ാമത് വാങ്ങി കഴിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ ഇങ്ങനെ പറയുകയാണ്, നീ എത്ര എണ്ണം കഴിച്ചു എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കെടുക്കുന്നതാണ് ഈ കാണുന്നത്. നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ബ്രൗണീസ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അതൊക്കെ കഴിച്ച് ഏകദേശം പരിപാടിയൊക്കെ തീർന്നു. കുറച്ച് പേരൊക്കെ പോയി. ഇങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു ഡേ ഞാൻ വളരെ മെമ്മറബിളായിട്ട് സൂക്ഷിക്കും. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിന് ആസ്റ്റർ ടീമിന് താങ്ക് യു ഫോർ വാച്ചിങ്.